എടാ കടയുടെ വാതിക്കലിക്കണ തെണ്ടി നമ്മളോട് എന്താ ചോദിക്കാൻ പോണെന്നറിയാമോ? ഇന്ന് പരിപാടിയൊന്നും ഇല്ലേന്ന്. എടാ ഇങ്ങനെ ആയാലും എങ്ങനെ പറ്റു കുറേ മധു ഇരുന്ന് കുടിക്കടാ. ഇരുന്നോളാം. ആഹാ ദേവ പരിപാടിയൊന്നുമില്ലേ? 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ദേവ എത്ര നാളാടെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അബുക്ക 3 പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടയും. ശരി. നീ എന്നിട്ട് പാലും വെള്ളം ചോദിക്കണത്? പാല് ചോദിച്ചാലും അബൂക്ക അതിൽ വെള്ളം ചേർത്തേ തരുള്ളൂ അല്ലേ അബൂക്ക? അല്ലടാ അകട്ടീന്ന് ഞാൻ കറന്ന് തരാം. എന്റെ അബൂക്ക നിങ്ങള് വെള്ളം തന്നപ്പോലെ പാലിന്റെ രുചിയാണ്. അത് ഗ്ലാസ് കഴിഞ്ഞിട്ടല്ലേ? ദേവാ നിന്റെ പാട്ട് കേൾക്കാൻ എല്ലായിടത്തും വരണമെന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങാൻ ഞമ്മക്ക് സമയം കിട്ടാറില്ല. ആ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. അതെ പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ലി പൊക്കോ. പണിയാ ഒരു യാത്ര പോണല്ലേ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ. കൊറേ നാളായില്ലേ പോയിട്ട്. ഞാൻ ഇപ്പൊ വരാമേ. പോയരുത് കേട്ടോ, ഇപ്പൊ വരാവേ. ഇതേപോലെ തൃത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാനൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമ്മൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്ന് പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ മണിച്ചേട്ടാ. ആ നീ കിന്നാനം പറഞ്ഞ് നിക്കണേച്ചേ. മാവ് ഒഴിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഉമ്മ ഇപ്പാരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ഇപ്പൊ എന്താ ഇങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. വേണ്ട, ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ. ഇത് പണിക്ക്. അല്ലിതാ, നിങ്ങൾ കുഴക്കടൊരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്നവരെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാണ്ടല്ലോ ഭീമന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണ. എനിക്ക് വേണ്ടെന്നേ. നിനക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസേ വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ? റുക്കിയാത്തയുടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാന്ന് തോന്നിപ്പോവും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തയുടെ സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ ഇന്നോട്ടാ ഞങ്ങൾ തന്നെ വരെ ചെല്ല്. അപ്പൊ ഇന്ദു ഞാൻ കൂടി പപ്പടം കാച്ചു. പ്രോഗ്രാം ഇല്ലടാ, പട്ടണിയാ. എന്നാ പോയി തണ്ടടാ. ഇതിനൊരു മാറ്റൂലട്ടോ. അവനല്ല മാറ്റമില്ലാത്ത നിനക്കാ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ. ദേവ, അമ്മ എനിക്ക് വേണ്ടി കല്യാണക്കാരെ ആലോചിക്കുന്നുണ്ട്. എന്തിനാലോചിക്കുന്നേ? കെട്ടിയാ പോരെ? ആരെ? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടാ. കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണിയെ. താനെ വന്നാ മതി. പിണങ്ങിട്ടുണ്ടാവും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ. നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല? ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. എടാ കള്ള, നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും.
നീ അപാര ലുക്കല്ലടാ. ആണോ? പിന്നെ അല്ല. ആണേ ആർന്നോ. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീട് പുഴയിൽ തന്നെ ആയി. ജ്യോതിഷ വല്ലതും കിട്ടിയടാ? തീമിംഗലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണാ? അര വെച്ചേക്കാ. അവന്റെ പുച്ഛം കണ്ട. നമ്മള് കലാകാരന്മാരായതുകൊണ്ടാടാ. പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടിയൊന്നുമില്ലെന്ന് ചോദിക്കും ഇവന്മാര്. ഗൾഫുകാരെ പോലെ. അതാണ്. ഏട്ടാ ആ ദേവൂട്ടി മോളെ, പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ. ആ ദേവൂട്ടി, ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? ഇല്ലേട്ടാ. സത്യം? ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പവും കൂടാതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവോലെ ഇങ്ങോട്ട് തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ. ഞാൻ ഇന്ന് ഈ പുഴ ചാടി ഒന്ന് തിമിർക്കും. അമ്മേ, അല്ലേട്ടാ, ഈ മണിയേട്ടന് അവിടെ കുളിക്കാറൊന്നുമില്ല. ഞങ്ങള് നിർബന്ധിച്ച ഇടയ്ക്കൊന്ന് കുളിക്കും. അമ്മേ, അമ്മ മാമന്റെ വീട്ടിൽ പോയിരിക്കുക. ഇപ്പൊ വരും. എന്താ അവിടെ വിശേഷിച്ച്? ശോഭേജിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതിന്റെ കാര്യം അറിയാൻ പോയതാ. ആഹാ. ഏട്ടാ, ശോഭേ, ചെക്കൻ എങ്ങനെയുണ്ട്? ആരും കണ്ടില്ല. കണ്ടില്ലേ? ചെക്കൻ വന്നില്ല. ചെക്കന്റെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയി. സാരില്ല, ഇനി അങ്ങോട്ട് കാണാലോ. ഈ വിറകെടുത്ത് അടുക്കി വെക്കാൻ കുട്ടിയോട് പറഞ്ഞതാ, കേക്കില്ല. ആഹാ, മോൻ വന്നോ? നീ എപ്പോഴാ എത്തിയത്? ഞാൻ വന്നേ ഉള്ളമ്മേ. എങ്ങനെയുണ്ടടാ നിന്റെ ബാൻഡൊക്കെ? നല്ല രസമല്ലേ അവിടെ? അടിപൊളിയാ. അല്ല, മാമന്റെ അടുത്ത് പോയിട്ട് എന്തായമ്മേ? ഓ, അവർക്ക് ആവശ്യം സ്ത്രീധനായിട്ട് കുറച്ച് പണ, പെണ്ണിനൊന്നുമല്ല. മണി വന്നില്ലേ കൂടെ? ആ, ഉണ്ട്. നീ വാ, വല്ലതും കഴിക്കാം. വാ. എന്റെ കൃഷ്ണ, എന്തൊരാർത്തി പിടിച്ച തീറ്റയാടാ അത്. നീ അവിടെ പട്ടിണി എടുക്കായിരുന്നോ? അവിടെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ആരാടാ ഉണ്ടാക്കണത്? ഞാൻ. ഹാ. ആ വന്നാ. ഇതെന്തോടി? ഇത് ചേട്ടന് കൊണ്ടുവന്ന. ഇതൊന്നും കൊടുക്ക്. ഇതെന്താന്നാ? മണിച്ചേട്ടന് ഇഷ്ടമുള്ള സാധന. അല്ല, എന്നിട്ട് ഇത് ഇങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു പാത്രത്തിലാക്കാണ്ട്. ഇതിങ്ങനെ വെച്ചാ മുഴുവനാവും തിന്നു. ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല. ആകെ വാടിപ്പോയി. പിന്നെ വരാവേ. പതുക്കിയോടടി. എന്താ ഇത്? അത് തിന്നോക്കട. എന്താന്ന് കണ്ണൂടെ? അമ്മേ, കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മുലകിൽ ഇത് അവളെ കുറിച്ചാ? അമ്മ തിരുമ്പോ